ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. തുടരും സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. തുടരും സിനിമയുടെ ഫസ്റ്റ് ഷോ എപ്പോഴാണെന്നറിയോ? 25-ാം തീയതി ടൈം ഫസ്റ്റ് ഷോ 10 മണിക്ക്. അറിഞ്ഞില്ല. പിന്നല്ല, അത് ആൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതിന് സാധ്യത 10 മണിക്കായിരിക്കും എന്നുള്ളത്. ചിലയിടങ്ങളിലൊക്കെ 9 മണി ആയിരിക്കും എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മണിയിൽ എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബുക്കിംഗ് നാളെ 10 മണിക്ക് തുടങ്ങും. 10 ഇവരുടെ ഭാഗ്യ നമ്പർ കിട്ടിയിരിക്കുന്നത്. ഭാഗ്യ നമ്പർ നല്ല ടൈം എല്ലാം 10 തന്നെയാണ്. അതെ, അതിന് ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് ചിപ്പി, അത് നമ്മൾ അറിഞ്ഞതാണേ. അത് ചിപ്പി ഇതിൻ്റെ പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് നല്ലൊരു സമയം 10 മണിയാണെന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് ഈ 10 മണിക്ക് ഫസ്റ്റ് ഷോ, അതുപോലെ 10 മണിക്കാണ് ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ്. യെസ്, ഇതാണ് പോസ്റ്റർ. ഇത് ഫാൻ മെയ്ഡ് ആയിട്ട് ഇതിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു, ട്രെയിലറിൽ നിന്ന് എടുത്തിട്ട്. അതെ, ഇതിന്റെ മുൻപ് വേറെ തുടരും സിനിമ ഉണ്ട് തന്നെ കേട്ടോ. ഇതിന്റെ മുമ്പ് ഇതേപോലെ ഫാൻ മെയ്ഡ് വന്നിട്ട് അതിന്റെ ഒഫീഷ്യൽ വരുന്നത് കണ്ടിട്ടുണ്ട്. ഇതും അതേപോലെ അവർക്ക് എളുപ്പമായി. എന്താണെങ്കിലും ഫാൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില് ടൈം കൂടെ വെച്ച് കൊടുത്താൽ മതിയല്ലോ. എന്താണെങ്കിലും ഗംഭീര പോസ്റ്റർ ആട്ടോ. 25-ാം തീയതി 10 മണിക്കെന്നാണ് ഇപ്പൊ ഇതുവരെ കേട്ടിട്ടുള്ളത് ഷോയുടെ ടൈം. ഇനി അറിയൂല, എങ്ങനെയും മാറ്റം വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഇങ്ങനൊരു നല്ല സമയം കണ്ടെത്തി ചെയ്യുന്നതാണ് സംഭവം. അല്ലെങ്കിൽ ഇങ്ങനെ ടൈമേ വരില്ല. അതെ, ഏത് ഇപ്പോൾ 11 മണിക്കാണ് സാധാരണ എല്ലാ സിനിമയും റെഗുലർ ഷോ വരുന്നത്. 11 മണിന്റെ മുൻപ് നേരെ 10 മണിക്ക് വരുന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരുന്നില്ല. 1 മണിക്കൂറിന് മാറ്റം വരുന്നു. 1 മണിക്കൂറിന്റെ വ്യത്യാസം. അപ്പോൾ ഒരു ഷോയുടെ മാറ്റം തിയേറ്ററിന് വരുന്നില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇവർ പ്ലാൻ ചെയ്യാൻ സാധ്യതല്ല. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ആണ് ഈ 10 മണി എന്നുള്ളത് വന്നിട്ടുള്ളത്. എന്തായാലും വരട്ടെ. നല്ലൊരു ടൈം കണ്ടെത്തി നല്ല സമയത്ത് തന്നെ അതിൻ്റെ, അതായത് 10-ന് സിനിമ വരും, 10-ന് ബുക്കിംഗ് തുടങ്ങും. നല്ലൊരു ടൈം നോക്കി ചെയ്തതാണ്. ഇനി അങ്ങ് തുടരട്ടെ. അത്രേ ഉള്ളൂ. ഓക്കെ. എന്താണെങ്കിലും ഇന്നലെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വിട്ടുപോയതല്ല, വേറെ വഴിക്ക് സംസാരിച്ചു പോയി. എന്താണെങ്കിലും ആ വീഡിയോ നമുക്കൊന്ന് റിയാക്ഷൻ ചെയ്യാം. എന്നെ സംബന്ധിച്ചോളം ഞാൻ ജനിച്ച സമയം മുതൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ഒക്കെ മോഹൻലാൽ സിനിമകളാണ്. അപ്പം അങ്ങനെ ഒരു ആക്ടറിനെ യൂസ് ചെയ്ത് ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞ ഒരേ സമയം ഇത് നല്ലൊരു അവസരം കേട്ടോ. ഇപ്പോൾ തരുൺമൂർത്തി ഒരു ഫാൻ ബോയ് ആണ് എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? ആള് മോഹൻലാൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് ലാലേട്ടൻ എന്നുള്ളത് മാറിയിട്ട് ഇടയ്ക്ക് നമ്മൾ മോഹൻലാൽ എന്ന് പറഞ്ഞു പോകും. മമ്മൂട്ടി എന്നുള്ളത് അങ്ങനെ തന്നെ പറയാറുണ്ട്, സുരേഷ് ഗോപി എന്നുള്ളതും പറയാറുണ്ട്. എല്ലാവരുടെയും അങ്ങനെ വരും. അപ്പോൾ അത് തെരഞ്ഞെടുത്തിട്ട് കണ്ടോ ബഹുമാനമൊക്കെ പോയി എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തരുൺമൂർത്തി അതെ ഫാൻ ബോയ് അല്ലാതായി മാറുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് ചില സമയങ്ങളിൽ ചില വീഡിയോസിന്റെ രീതിക്ക് അനുസരിച്ചാണ് അതൊക്കെ. അത് പിന്നെ ചിലത് ഓട്ടോമാറ്റിക്കലി വന്നു പോകും. നമ്മളറിയാം, നമ്മൾ വീഡിയോക്ക് ഇരിക്കുന്നതല്ലേ, നമ്മൾ പോലും ചിന്തിക്കണ്ടാവില്ല. അതെ. മോഹൻലാൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ ജനിച്ച സമയം മുതൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ഒക്കെ മോഹൻലാൽ സിനിമകളാണ്. അപ്പം അങ്ങനെ ഒരു ആക്ടറിനെ യൂസ് ചെയ്ത് ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞ ഒരേ സമയം ട്രിക്കിയുമാണ്, അതേപോലെ എക്സൈറ്റ്മെൻറ്റാണ്. ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കും. പിന്നെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നേരെ നമ്മൾ കാണുന്നത് നേരെ ക്യാമറയുടെ മുമ്പിലേക്ക് പോയിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു പെർഫോമൻസ്. സൈലൻസുകളുള്ള നോട്ടങ്ങൾ, ചില സൈലൻസുകൾ, ചില നോട്ടങ്ങൾ, ചില അല്ലെങ്കിൽ ഐയുടെ ചില മൂവ്മെൻറ്റുകൾ, അതെല്ലാം ആസാൻ ആക്ടർ. അതുകൊണ്ടാണ് അദ്ദേഹം വേറൊരു ലീഗിൽ നമ്മൾ അദ്ദേഹത്തെ പ്ലേസ് ചെയ്യുന്നത്. ഒരാളായി നമ്മളോട് കഥകളൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയൊക്കെ ഭയങ്കര ഈസിലി അഡാപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് ഭയങ്കര ഈസി ആയിട്ട് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വൈബ് എന്താണോ, ഞങ്ങളുടെ മൂഡ് എന്താണോ, പുള്ളി ഈസിലി അതിലേക്ക് മാറുകയും ഞങ്ങളുടെ കൂടെ നിന്ന് തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലൈക്ക് ഭയങ്കര ഈസി ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സായിരുന്നു. പലപ്പോഴും നമ്മളെ ഈ ലാലേട്ടൻ ഈ കഥാപാത്രമായിട്ട് മാറുമ്പോൾ ക്യാമറയ്ക്ക് പുറകിൽ നിന്നിട്ട് ചിലപ്പോൾ മോണിറ്ററിൻ്റെ പുറകിലേക്ക് തരുണിൻ്റെ അടുത്തേക്ക് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. എന്നുവെച്ചാൽ ഈ മനുഷ്യൻ ഇതിലേക്ക് ആഴത്തിലിറങ്ങുമ്പോൾ ചിലപ്പോൾ ഷോട്ട്, ചിലപ്പോൾ അത് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ആ സിനിമ
മൊത്തം ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെന്ന്. അത് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് സിനിമ മോഹിക്കുന്ന, സിനിമയിൽ ആഗ്രഹിക്കുന്ന, സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന, സിനിമ വളരെ ഡീപ്പിൽ ആക്ടിങ്ങിനെ പറ്റി പഠിക്കുന്ന എല്ലാവർക്കും ഒരു ടെക്സ്റ്റ് ബുക്കാണ് അത്. നമ്മളത് ഇൻ ഡീപ്പിൽ സിനിമകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ചില റിയാക്ഷൻ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. കാരണം വെച്ചാൽ നിമിഷ നേരം കൊണ്ട് ആള് മാറി. പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന അല്ലെ ചേട്ടനിങ്ങനെ കാണുന്ന ഓരോ ഭാവങ്ങളും, അത് എനിക്ക് തോന്നുന്നു ഇനി ഇങ്ങനത്തെ നടനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മൂമെന്റിൽ ലാലേട്ടൻ തരുന്ന പല കാര്യങ്ങളും നമ്മൾ എഴുതി ഉണ്ടാക്കിയ ഒരു കഥാപാത്രം അല്ലെങ്കിൽ മോണിറ്റർ പറയുന്നത് നമ്മൾ കാണുമ്പോൾ അതുണ്ടാക്കിയൊരു അത്ഭുതം ഉണ്ടല്ലോ, അത് പറഞ്ഞിരിക്കാൻ വയ്യാത്തതാണ്. ആ ഫാൻ ബോയ് എന്ന് പറയുന്നത് ഞാൻ പണ്ട് കണ്ടിട്ടുള്ള വരവേൽക്കും, ഞാൻ പണ്ട് കണ്ടിട്ടുള്ള മിഥുനവും അല്ലെങ്കിൽ അതിലേക്കുള്ള ലാലേട്ടൻ്റെ ഒരു പുതിയ വേർഷനാണ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പറയും ഈ ക്യാരക്ടർ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാട്ട് എ ഫീൽ. സംഭവം ശരിക്കും നമുക്ക് എന്തൊക്കെയോ നമ്മളോട് ഇങ്ങനെ തരുൺമൂർത്തി പറഞ്ഞിരുന്ന പോലെ അല്ലേ, പല കാര്യങ്ങളും നിങ്ങൾക്കും ഒക്കെ ആവശ്യമായ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞിരുന്ന പോലെ. ആ ലാലേട്ടനെ കുറിച്ച് രഞ്ജിത്ത് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് പല എക്സ്പ്രഷൻസും മുഖത്ത് വരും. അതൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വേറെ പല കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോകും. പക്ഷെ ഗംഭീരം. എല്ലാം സ്വപ്നങ്ങളാണ്, നോക്കാം, നടക്കും എന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും തുടരും. ഗംഭീര സിനിമ. വേറൊരു ഫീലില് വേറെ പറയാനൊന്നും കിട്ടുന്നില്ല, വേറൊരു ഫീലിലേക്ക് മാറിപ്പോയി. അതായത് ഒരാൾ പറഞ്ഞൊരു സംഭവം ഉണ്ട്, ആരാന്നൊന്നും പറയില്ല. അതായത് ലാലേട്ടൻ വളരെ സില്ലിയായിട്ട് സിനിമയെ ആദ്യം സമീപിക്കുന്ന ഒരാളാണ്. ഇത് സിനിമയുടെ കാര്യങ്ങൾ പ്രാരംഭഘട്ടങ്ങളിൽ, ശേഷം ഇതിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ആളുടെ ഉള്ളിലേക്ക് വന്നോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ, സംശയമായിരിക്കും. കയറിയിട്ടുണ്ടോ, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, അതൊക്കെ. ശേഷം ക്യാമറയുടെ മുമ്പിലേക്ക് കയറി വന്നിട്ട് ആൾ ചെയ്യുമ്പോൾ ഞാൻ ഇത്രയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ എന്ന് തോന്നുന്നു. അപ്പോഴാണ് തോന്നുന്നത്, അതായത് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആളല്ല ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ആ ഒരു ഇതിന്റെ ഇടയ്ക്ക് മാത്രം നടക്കുന്ന സാധനമാണ്. അത് കഴിഞ്ഞ ആള് വീണ്ടും പഴയ പോലെ. അപ്പോൾ ആൾക്ക് സംശയമാണെന്ന്. അതായത് വളരെ സില്ലിയായിട്ടാണ് ലാലേട്ടൻ സിനിമയെ സമീപിക്കുന്നതിനുള്ള ആദ്യ പ്രാരംഭഘട്ടങ്ങളിൽ തോന്നുന്നറില്ലേ, അത് നമ്മൾ തോന്നൽ മാത്രമാണെന്നുള്ളത് അപ്പോൾ മനസ്സിലാവുന്നു. അതും ഇനി അത്ര മതിയോ, അതായത് ഇത്രയും സിമ്പിളായിട്ട് ഇതൊക്കെ ചെയ്യാൻ തനിക്ക് കഴിയുമെന്നുള്ള ആളുടെ ബോധ്യമാണോ എന്നുള്ളതും നമുക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞത്. അത് ലാലേട്ടനോട് തന്നെ ഇങ്ങനത്തെ ഒരു ചോദ്യം ആരോ ചോദിച്ചിട്ടുണ്ട് ഏതോ ഒരു ഇന്റർവ്യൂ. ലാലേട്ടൻ തന്നെ മറുപടി ഇതിന് പറയുന്നുണ്ട്. എന്തായിരുന്നു ചോദ്യം? ഇങ്ങനെ തന്നെ, അതായത് എല്ലാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അധികം നോക്കാറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ. അത് ലാലേട്ടൻ എന്തോ ഒരു മറുപടി അതിന് പറയുന്നുണ്ട്. ഒരു നമ്മളറിയുന്നൊരു സിനിമാറ്റോഗ്രാഫർ പറഞ്ഞൊരു സംഭവമുണ്ടേ, അതായത് എല്ലാം ബ്രീഫ് ചെയ്തു, ലാലേട്ടൻ അങ്ങനെ ഇരിക്കുന്നു സാധാരണ പോലെ, ആളുടെ ഷോട്ടായി റെഡിയായി, ലാലേട്ടാ ഷോട്ട് റെഡി എന്ന് പറയുന്നു, ആൾ എണീറ്റ് പോകുന്നു. ക്യാമറൻ്റെ മുന്നിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട്, അതായത് പൊസിഷൻ കൊടുത്ത് ഷൂട്ട് ചെയ്യൂലേ, അതല്ലാതെ അതിലേക്ക് വന്ന്, അതായത് ഇന്നായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ പോകുന്ന പോക്കിൽ ആളിങ്ങനെ ഓരോരുത്തർ വയറിനെ കുത്തിയിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചാൽ, അതായത് ക്യാരക്ടറാകാൻ പോവുകയാണ്. അതിന് മുമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് രസം ഭയങ്കര കളിത്തമാശയിലൂടെ അങ്ങ് പോയിട്ട് നേരെ സ്ക്രീനിൻ്റെ മുമ്പിൽ ചെന്ന് പൊസിഷനിലേക്കാണ് എത്തിയിട്ട് പിന്നെ പെട്ടെന്ന് വേറെ ആളങ്ങനെ മാറുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞത്. അത് സത്യം. ഈ ലാലേട്ടൻ്റെ, എനിക്ക് തോന്നുന്നു ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ്റെ അഭിനയിച്ചിട്ട് ലാലേട്ടൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോകാത്ത 1-2 ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടുള്ളൂ. അതിലൊന്ന് സതയം സിനിമയിലെ ആ കൊല്ലുന്ന ഒരു സംഭവമില്ല, ആ സാധനം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആകെ ഒരു വല്ലാത്തൊരു ഇതിലായിരുന്നു. അതേപോലെയായിരുന്നു കിരീടത്തിലെ ക്ലൈമാക്സ് സീന്. അത് കത്തി താഴെ ഇടറാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ഐറ്റം കാണിക്കുന്നുണ്ടല്ലോ, ആ സാധനം അതൊക്കെ കയ്യിന്നിട്ട സാധനമാണ്. അതൊക്കെ പറയുകയാണെങ്കിൽ കിരീടത്തിലെ എന്തോ ചവക്കുന്നത് പോലെ അതൊക്കെ എന്താ സാധനവും, അതൊക്കെ നമ്മള് അത്രത്തോളം, അതായത് ലാലേട്ടൻ പോലും, അതായത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഓട്ടോമാറ്റിക്കലി ഉള്ളിലുള്ള വേറൊരു ബോൺ ആക്ടർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ജനിച്ചത് തന്നെ അങ്ങനെ ആയതുകൊണ്ട്
അത് ഉള്ളിൽ നിന്ന് ആ സാഹചര്യത്തിനനുസരിച്ച് വന്നോളൂ. എന്താണോ വന്നുകൊണ്ടിരിക്കും. എന്താണെങ്കിലും അതുപോലെ കുറെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലും ഉണ്ട് എന്ന് തന്നെയാണ് കേട്ടിട്ടുള്ളത്. ചില നോട്ടങ്ങളിലൂടെയും തരമൂർത്തി പറയുന്നുണ്ട്, ചില ഭാവങ്ങളിലൂടെയും ഒക്കെ പല സംഭവങ്ങളും ഇതിനകത്ത് തരുന്നുണ്ടെന്ന്. എന്താണെങ്കിലും ഇനി 3 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ കാണാം. അപ്പൊ എന്താണ്, ഞങ്ങൾ പോട്ടെ. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.